യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. അവൻ ആൽഫ ഓമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ ആൽഫ ഓമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. കർത്താതി രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും അവൻ മാത്രമേ. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും അവൻ മാത്രമേ. കാലങ്ങൾ മാറിപ്പോയാലും അവനൊന്നും മാറാത്തവൻ. കാലങ്ങൾ മാറിപ്പോയാലും അവനൊന്നും മാറാത്തവൻ. അവൻ ആൽഫ ഓമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ ആൽഫ ഓമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. മാറായെ മാധുര്യമാക്കാൻ കഴിവുള്ളോൻ പാറയെ പിളർന്നു ദാഹം പോക്കും. മാറായെ മാധുര്യമാക്കാൻ കഴിവുള്ളോൻ പാറയെ പിളർന്നു ദാഹം പോക്കും. ചിന്താകുലങ്ങളില്ലാതെ ചന്തമായെന്നും നടത്തും. ചിന്താകുലങ്ങളില്ലാതെ ചന്തമായെന്നും നടത്തും. അവൻ ആൽഫ ഓമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ ആൽഫ ഓമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. കാരാഗ്രഹത്തിലും പസ്മോസിൻ ദ്വീപിലും ആത്മാവിലെന്നെ നിറയ്ക്കുന്നവൻ. കാരാഗ്രഹത്തിലും പസ്മോസിൻ ദ്വീപിലും ആത്മാവിലെന്നെ നിറയ്ക്കുന്നവൻ. ബലഹീനനായി തീർന്നാലും പുതുബലമെന്നിൽ പകരും. ബലഹീനനായി തീർന്നാലും പുതുബലമെന്നിൽ പകരും. അവൻ ആൽഫ ഓമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ ആൽഫ ഓമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല.
മാറായെ മാധുര്യമാക്കാൻ കഴിവുള്ളോൻ പാറയെ പിളർന്നു ദാഹം പോക്കും. മാറായെ മാധുര്യമാക്കാൻ കഴിവുള്ളോൻ പാറയെ പിളർന്നു ദാഹം പോക്കും. ചിന്താകുലങ്ങളില്ലാതെ ചന്തമായെന്നും നടത്തും. ചിന്താകുലങ്ങളില്ലാതെ ചന്തമായെന്നും നടത്തും. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. കാരാഗ്രഹത്തിലും പസ്മോസിൻ ദ്വീപിലും ആത്മാവിൽ എന്നെ നിറയ്ക്കുന്നവൻ. കാരാഗ്രഹത്തിലും പസ്മോസിൻ ദ്വീപിലും ആത്മാവിലെന്നും നടത്തുന്നവൻ. ബലഹീനനായി തീർന്നാലും പുതുബലമെന്നിൽ പകരും. ബലഹീനനായി തീർന്നാലും പുതുബലമെന്നിൽ പകരും. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. എത്ര പേർ വിശ്വസിക്കുന്നു? എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. സാധ്യമേ അല്ല സാധ്യമേ എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം സാധ്യമേ എന്നേശുവൻ കൂടെയുള്ളതാ. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമാം അത്യത്ഭുതങ്ങളായി എന്നെ എൻ്റെ ദൈവം നടത്തുന്നു. ബുദ്ധിക്കതീതമാം അത്യത്ഭുതങ്ങളായി എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ അല്ല സാധ്യമേ എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ അല്ല സാധ്യമേ എന്നേശുവൻ കൂടെയുള്ളതാ. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും എല്ലും കുലുങ്ങുകയില്ല ഇനി. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും എല്ലും കുലുങ്ങുകയില്ല ഇനി. ബുദ്ധിക്കതീതമാം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. ബുദ്ധിക്കതീതമാം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. സാധ്യമേ അല്ല സാധ്യമേ എന്നേശുവൻ കൂടെ
സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. സാത്താന്യ ശക്തിയെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമ ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയ നടത്തുന്നു. ബുദ്ധിക്കതീതമ ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. ഓ ജീസസ്, ഹല്ലേലൂയ. ഓ ജീസസ്, ഹല്ലേലൂയ. ഓ സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഓ അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ബുദ്ധിക്കതീതമ മത്യത്ഭുതങ്ങളായ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമ മത്യത്ഭുതങ്ങളായ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. We praise you, Father. Hallelujah, hallelujah, Jesus, hallelujah. Praise the Lord, Jesus, amen. Hallelujah. Thank you, praise the Lord. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ഒരിക്കൽ കൂടെ കർത്താവിന് നന്ദി കരയറ്റുകയാണ്. വീണ്ടും ഈ സൂമിറ്റിൽ ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ വചനവുമായി നിൽക്കുവാൻ ദൈവം ഒരുക്കിയ അവസരത്തെ ഓർത്ത് കർത്താവിന് നന്ദി കരയറ്റുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന റോബിൻ ബ്രദറിനെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. കർത്താവിലെ ദാസൻ ഷാജു പാസ് യാത്രയിലായിരിക്കുന്നല്ലോ, അവരെ കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കായി ഒരിക്കൽ കൂടെ കർത്താവിന് നന്ദി കരയറ്റുകയാണ്. നമ്മളെ ഓരോരുത്തരെയും കർത്താവ് അനുദിന ജീവിതത്തില് അത്ഭുതകരമായി വഴി നടത്തുന്നല്ലോ. ദൈവത്തിന്റെ ഹിതവും ദൈവത്തിന്റെ പ്ലാനുകളും പദ്ധതികളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കൂടി നിറവേറപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ എല്ലാവരെയും ഒരുക്കേണ്ടതിനായി വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവ സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് പൂർണ്ണമായി നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഇത്രത്തോളം നടത്തിയ കർത്താവിന്റെ സന്നിധി ദൈവ കരങ്ങളിൽ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ കർത്താവ് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം ജീവിതത്തിൽ കൂടി നിറവേറ്റി നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട് ദൈവകരങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കാം. മനോഹരമായ ആരാധന നയിപ്പാൻ തക്കവണ്ണം കർത്താവ് തന്നെ ആ സഹോദരനെ ബലപ്പെടുത്തുവാൻ ഇടയാക്കി തീർത്തല്ലോ. വളരെ സന്തോഷകരമായ ആ അനുഭവത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. കഴിഞ്ഞ സമയങ്ങളിലൊക്കെ തന്റെ ആരാധനയിൽ പങ്കുചേരുവാനൊക്കെ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. ഇന്ന് ഈ സന്ധ്യാസമയത്ത് ഒരുമിച്ചായിരിക്കാൻ ഇടയാക്കിയത് ഓർത്ത് കർത്താവിന് ഒരിക്കൽ കൂടെ നന്ദി കരയറ്റുന്നു. ഞാൻ സമയത്തെ കളയാൻ വേണ്ടി താല്പര്യപ്പെടുന്നില്ല. ഇന്ന് രാത്രികാലത്തെ അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി നമ്മളെ വേദഭാഗത്തിലേക്ക് നമ്മളെ കടന്നു വരുവാനായിട്ട് പോവുകയാണ്. വളരെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഇന്ന് പകൽക്കാലം പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ അറിയുന്ന കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം നന്നായി ചെയ്യുന്ന ദൈവമാണെന്ന് രുചിച്ചറിവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ ഒരുക്കണം. കേൾക്കപ്പെടുന്ന വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ എഴുതുവാനും അതൊരിക്കലും മാഞ്ഞു പോകാതെ അനുദിനം നമ്മളോട് സംസാരിക്കുന്ന വചനമായി തീരുവാൻ ദൈവം നമ്മളെ ഒരുക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഈ രാത്രിയിലത്തെ വചന ധ്യാനത്തിന് വേണ്ടി നമുക്കൊരു വേദഭാഗം വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കുന്നു. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടി ഓടുക. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ വിലപ്പെട്ട സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദി കരയറ്റുന്നു. ഈ രാത്രി കർത്താവേ, ഈ സൂം മീറ്റിംഗിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവത്തിന്റെ ബലമുള്ള കാര്യത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ അനുഭവങ്ങൾ, അവസ്ഥകൾ
സാഹചര്യങ്ങളൊക്കെ എന്റെ കർത്താവ് നന്നായിട്ട് അറിയുന്ന ദൈവമാ. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് നിന്റെ സഭയ്ക്ക് അടുത്ത് വരുമ്പോൾ ഞങ്ങളുടെ സകല വിഷയത്തിനും മറുപടിയായി തീരുവാൻ ദൈവമേ നീ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഞങ്ങൾ സ്ഥിരതയോടുകൂടി ഓടുന്നവരായി തീരുവാൻ, ലക്ഷ്യത്തിൽ എത്തുവാൻ തക്കവണ്ണം ദൈവമേ നീ ഞങ്ങളെ എല്ലാവരും സഹായിക്കുമാറാകണം. അടികളെ ഒരുമിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. നമ്മൾ വായിച്ചതായ വേദഭാഗം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വേദഭാഗമാണ്. എബ്രായ ലേഖനത്തിന്റെ 12-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യത്തിലേക്ക് നമ്മൾ വന്നിരിക്കുമ്പോൾ അവിടെ ഒരു സാക്ഷികളുടെ ഒരു സമൂഹത്തെ നമ്മുടെ മുമ്പിലേക്ക് ഒന്ന് ചൂണ്ടിക്കാണിക്കുക. ആ സാക്ഷികളെല്ലാം ഓട്ടം ഓടി അവര് പൂർത്തീകരിച്ച് അവരുടെ ലക്ഷ്യത്തിൽ എത്തുവാൻ തക്കവണ്ണം ഇടയാക്കി തീർന്നവരാ. ഈ ലേഖനം തന്നെ നമ്മൾ പഠിക്കുന്നുടനെ ഏറ്റവും നല്ലത് ഒന്ന് നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് കർത്താവിനെ കുറിച്ചാണ് ഈ വചനത്തിൽ കൂടി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ നിശ്ചയമായിട്ടും കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലതായ അനുഭവങ്ങളെ തന്ന് നമ്മളെ സഹായിക്കുന്ന ദൈവമാണ്. ഒരു വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ നിറവേറ്റി നമ്മളെ ആദരിക്കുന്ന ഒരു ദൈവമാണെന്ന് ജീവിതത്തിൽ അനുഭവിപ്പാൻ തക്കവണ്ണം നമ്മളെ ഒരുക്കുന്ന ഒരു കർത്താവിന്റെ മുമ്പിലാ ഇന്ന് രാത്രി നമ്മൾ ആയിരിക്കുന്നത്. നമുക്കറിയാം, നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തെ നോക്കിയാ നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇവിടെ വചനം പറയുന്നു, ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടി ഓടുവാൻ. അവൻ ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ, ഓട്ടം വിജയകരമായി തീരണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ആ ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറപ്പെടുവാൻ കഴിയണമെങ്കിൽ നമ്മുടെ ഓട്ടത്തിന് തടസ്സമായി നിൽക്കുന്ന സകല കാര്യങ്ങളോടും വിട പറഞ്ഞിട്ട് ദൈവത്തിന്റെ വചനം എന്താണോ നമ്മളെ അനുശാസിക്കുന്നത്, എന്താണോ നമ്മളോട് സംസാരിക്കുന്നത്, ആ വചനത്തിൽ മാത്രം നമ്മൾ ഊന്നൽ കൊടുത്തുകൊണ്ട് വചനത്തിൽ നിലനിൽക്കുവാൻ കഴിയുന്ന ഒരു അനുഭവമുണ്ടെങ്കിൽ നിശ്ചയമായും നമ്മുടെ ലക്ഷ്യം മാറിപ്പോകത്തില്ല, ലക്ഷ്യം തെറ്റിപ്പോകത്തില്ല. ആ ലക്ഷ്യത്തിൽ തന്നെ എത്തിച്ചേരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഒരുക്കുന്ന ഘട്ടമാണ്. നമ്മൾ ഓർക്കണമേ, ദൈവവചനം പഠിക്കുന്നതുകൊണ്ട് വിവിധ നിലകളിൽ കൂടിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് വരുന്നുടനെ അതിന്റെ 12-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യം ഞാനൊന്ന് വായിക്കുന്നു. മൃഗങ്ങളോട് ചോദിക്ക, അവ നിന്നെ ഉപദേശിക്കും. ആകാശത്തിലെ പക്ഷികളോട് ചോദിക്ക, അവ പറഞ്ഞു തരും. അല്ല, ഭൂമിയോട് സംഭാഷിക്ക, അത് നിന്നെ ഉപദേശിക്കും. സമുദ്രത്തിലെ മത്സ്യം നിന്നോട് വിവരിക്കും. യഹോവയുടെ കൈ ഇത് പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് ഇവയെല്ലാം കൊണ്ട് ഗ്രഹിക്കത്തക്കതാ. അപ്പൊ നമ്മൾ ഓർക്കണമേ, ഇവിടെ ഈ വചനം നമ്മൾ പഠിക്കുന്നുടനെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന് നമ്മളോട് സംസാരിക്കണമെങ്കിൽ വിവിധ മാധ്യമങ്ങളുണ്ട്. വിവിധ നിലകളിൽ കൂടി നമ്മളോട് സംസാരിക്കുവാൻ കർത്താവിന് കഴിയും. ഇവിടെ യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു, മത്സ്യത്തോട് പറയുന്നുണ്ട്, മൃഗങ്ങളോട് പറയുന്നുണ്ട്, പക്ഷികളോട് പറയുന്നുണ്ട്, ഭൂമിയോട് പറയുന്നുണ്ട്. ഇതെല്ലാം നമുക്കൊരു ദൃഷ്ടാന്തമായി നമ്മുടെ മുമ്പിൽ ദൈവത്തിന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുക. നമ്മൾ ഓർക്കണമേ, അതിന് ഓരോന്നിനെയും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിൽ കൂടിയൊക്കെ ദൈവത്തിന് സംസാരിക്കാനുള്ളത് നമ്മളോട് സംസാരിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമുക്കിനെ ബിലിയാമിനോട് കഴുതയെ കൊണ്ട് സംസാരിച്ചുവെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന് നമ്മളോട് സംസാരിക്കുവാൻ ദൈവത്തിന് വിവിധ മാധ്യമങ്ങളുണ്ട്. അങ്ങനെങ്കിൽ ദൈവത്തിന്റെ ആലോചന നമ്മളോട് വിളിച്ചു പറയുമ്പോ അതൊന്ന് ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു സമർപ്പണമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ ഒരിക്കലും ലജ്ജിക്കത്തില്ല, പരാജയപ്പെടത്തില്ല. നമ്മുടെ ചുവടുകൾ ജയത്തോട് തന്നെ മുന്നോട്ട് വെക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഒരുക്കുന്ന ഘട്ടമാണ്. ഇന്ന് രാത്രി നമ്മൾ ആ വായിച്ച വേദഭാഗത്തോടുള്ള ബന്ധത്തിന് നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആവർത്തന പുസ്തകത്തിലേക്ക് വരുവാൻ വേണ്ടി ഞാൻ താല്പര്യപ്പെടുകയാണ്. അതിന്റെ ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം മുതൽ ഞാനൊന്ന് വായിക്കുന്നു. 11-ാം വാക്യം മുതൽ, കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ
താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തന്റെ ചിറകിന്മേൽ വഹിച്ച് യഹോവ തനിയെ അവനെ നടത്തി. അവരോടുകൂടെ അന്യ ദൈവം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വസ്തുത, കഴുകൻ തന്റെ കൂടനക്കി തന്റെ കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുന്നത് പോലെ. അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ട് നമ്മൾ അറിയണം, ഈ കഴുകനെ ഒന്ന് നമ്മൾ പഠിക്കാൻ കഴിയണം. കഴിയുന്നത് നമുക്കറിയാം, വളരെ ഉയരത്തിൽ പറക്കുന്ന ഒരു പക്ഷിയാണ്. അപ്പൊ പക്ഷിയോട് സംസാരിച്ചാൽ, പക്ഷിയോട് നീ ചോദിച്ചാൽ അത് നമുക്ക് ആലോചന തരുമെന്നുള്ളതിന്റെ ഒരു തെളിവാ ദൈവത്തിന്റെ വചനത്തിൽ കൂടി നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പൊ കഴുകനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അത് കൂടുണ്ടാക്കുന്ന വിധം നമുക്കറിയാം. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഭാഗങ്ങളാണ്. അത് കൂടുണ്ടാക്കണമെങ്കിൽ ഏറ്റവും ബലവത്തായ ഒരു ചുള്ളിക്കമ്പോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൊണ്ടോ അതിന്റെ ആ കൂടിന്റെ അടിത്തട്ടത് പണിയും. അടിത്തട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കാട്ടി കരങ്കുറവുള്ളത് അതിന്റെ മുകളിൽ വെച്ച് പണിയും. അതിനുശേഷമായിട്ട് ചില മാറ്റവുമായ വസ്തുക്കളെ കൊണ്ട് അത് പണിയും. അതിനുശേഷം അതിന്റെ മുകളിൽ ചില മുള്ളുകൊണ്ടുള്ള മറ്റുകൾ വെച്ച് അത് പണിയും. അതിനുശേഷം നല്ല പഞ്ഞി പോലിരിക്കുന്ന ഈ സാധനം വെച്ചാണ് ഈ കഴുകൻ തന്റെ കൂട് ഉണ്ടാക്കുന്നത്. നമുക്കറിയാം, അത് മുട്ടയിട്ട് അത് വിരിഞ്ഞെല്ലാം കഴിയുമ്പോൾ ഇതിന് കൊടുക്കേണ്ട ഭക്ഷണങ്ങൾ കഴുകൻ കൊണ്ടുവന്ന് കൂട്ടിക്കൊണ്ടുവന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാനില്ലായിരുന്നു. അതാ ചില നാളുകൾ കഴിയുമ്പോൾ ഈ ഭക്ഷണം കഴിച്ച് അവരുടെ സന്തോഷത്തോടെ കഴിയുന്ന സന്ദർഭങ്ങളിൽ അതിന് ചിറകൊക്കെ പുറച്ച് വന്നു കഴിയുന്ന സന്ദർഭത്തിൽ ഈ കഴുകൻ അല്ലെങ്കിൽ തള്ളക്കഴുകന് ഈ കുഞ്ഞുങ്ങളെ കൂട്ടിൽ നിന്ന് അത് കടിച്ചെടുത്ത് വെളിയിലേക്ക് കളയണം. എന്നുവെച്ചാൽ ഉയരത്തിലാണ് കൂട് വെക്കുന്നത്. ഈ കൂട്ടിൽ നിന്ന് ഈ കുഞ്ഞിനെ എടുത്ത് പുറത്തേക്ക് ഇട്ട് കഴിയുമ്പോൾ ഈ കുഞ്ഞിന് പറക്കാൻ കഴിയത്തില്ല. ആ താഴോട്ട് പോകുന്ന കൂട്ടത്തിൽ ഇത് ചിറകൊക്കെ അടിച്ചടിച്ച് ലക്ഷ്യമില്ലാതെ പോകുന്ന കൂട്ടത്തിൽ അത് താഴെ പോയി തകർന്നു പോകുമെന്ന് വിചാരിക്കുന്ന നിമിഷം വരുന്നുണ്ട്. ഈ തള്ളക്കടി അതിന്റെ അടിയിൽ കൂടെ ചെന്ന് അതിനെ ചിറകിന്മേൽ വഹിച്ചുകൊണ്ട് അനർത്ഥത്തിൽ നിന്ന് അതിനെ വിടിവിക്കുന്നതായി കാണുവാൻ കഴിയും. വീണ്ടും ഇതുപോലെ തന്നെ ഈ കൂട്ടിക്കൊണ്ട് വെച്ചിട്ട് പിന്നെയും ഇത് അങ്ങനെ തന്നെ ചെയ്യുവാനായിട്ട് ഇടയാക്കുന്നു. അത് കാരണം എന്താ ചോദിച്ചാൽ ഇതിനെ പറക്ക പഠിപ്പിക്കുവാനുള്ള ആരോഗ്യമുള്ള ഒരു ചിറക് അത് ലഭിക്കുവാൻ വേണ്ടിയാണ് ഈ തള്ളക്കടിയൻ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയും നമ്മൾ ഓർക്കണമേ, ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തില് പലപ്പോഴും ഭാരങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ നേരിടുമ്പോൾ തകർന്നു പോകുവാനായിട്ടല്ല, നല്ല തള്ളക്കടിയനായിരിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മളെ പരിപാലിക്കുവാൻ തക്കവണ്ണം അവൻ മതിയാകുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഓർക്കണമേ, ഒരു കഴുകന്റെ കൂടനക്കി തന്റെ കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുന്നത് പോലെ എന്റെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളോ പ്രതികൂലങ്ങളോ പ്രയാസങ്ങളോ ഒന്നും നമ്മളെ തകർത്ത് കളയുവാനല്ല, ദൈവത്തിന്റെ കരുതലുകൾ നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തുവാൻ, ലക്ഷ്യത്തിൽ കൊണ്ടെത്തിക്കുവാൻ നമ്മുടെ ദൈവം മതിയാകുന്ന കർത്താവാണ്. അതുകൊണ്ടാണ് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയ നിങ്ങളുടെ സകല ചിന്താകളും അവനെ മേൽ ഇട്ടുകൊള്ളുവീരെന്ന് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നത്. അങ്ങനെങ്കിൽ ദൈവത്തിലെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ക്യാമറകൾ നമ്മൾ ഭാരപ്പെടേണ്ട. ജീവിതത്തിന് നേരെ വരുന്ന വെല്ലുവിളികളുടെ നടുവില് ദൈവം എന്നെ ഉറപ്പിച്ചു നിർത്തുവാൻ, കരുതുവാൻ, സംരക്ഷിക്കുവാൻ, ദൈവത്തിന്റെ കരുതലുകളെ അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഒരുക്കുന്ന കർത്താവാ. ഇന്ന് രാത്രികാലം ദൈവത്തിലെ ഈ ജർമ്മനിയുടെ പ്രദേശത്ത് വിവിധ രാജ്യങ്ങളിലുമായി ഈ സൂമിറ്റിങ്ങിന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് ദൈവാത്മാവിൽ പറയുവാനുള്ളത്, ഇന്ന് രാത്രി ദൈവത്തിലെ ഏതൊരു വിഷയത്തിന് വേണ്ടി നീ ഭാരത്തോടെ ആയിരിക്കുന്നോ, ഏത് പ്രതികൂലത്തിൽ കൂടി കടന്നു പോകുന്നുവോ, ഏത് പ്രയാസങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നുവോ, അതിനെയൊക്കെ നടുവില് അത് നിന്നെ തകർക്കുവാനല്ല, ദൈവത്തിനെതിരെ പണിത് ഒന്ന് പുറത്തു കൊണ്ടുവരാനുള്ള ദൈവത്തിന്റെ പദ്ധതിയാണെന്നുള്ളത് ഇന്ന് രാത്രി ഒന്ന് പൂർണ്ണമായി വിശ്വസിക്കുവാൻ കഴിയുന്നുവെങ്കിൽ നിന്നെ തകർക്കുവാൻ നോക്കുന്ന വെല്ലുവിളികളുടെ നടുവില് ദൈവത്തിന്റെ കരം അനുകൂലമായി പ്രവർത്തിക്കുവാൻ അവൻ മതിയാകുന്ന കർത്താവ്. അപ്പൊ നമ്മൾ ഓർക്കണമേ, ഒരു കുഞ്ഞു കഴുകനെ എത്രമാത്രം അതിന്റെ തള്ള പരിപാലിക്കുന്നുവോ, സൂക്ഷിക്കുന്നുവോ,
കരുതുവാൻ കഴിയുന്നുവോ, അതുപോലെ തന്നെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരുതൽ എത്ര ശ്രേഷ്ഠമാണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിനെ എന്നെതിരെ വിളിച്ചിറക്കിയ ദൈവം വഴിയിലിട്ടേച്ച് അവൻ പോകുന്ന ദൈവമല്ല. എന്നെതിരെ കരുതുവാൻ കഴിയുന്ന ഒരു നല്ല കർത്താവ് നമ്മുടെ ദൈവം. നമുക്ക് വേണ്ടി എല്ലാം അവൻ നന്നായി ചെയ്ത് തക്ക സമയത്ത് എനിക്ക് നിനക്ക് വേണ്ടി വിടുതലുകളും ദൈവിക സമാധാനങ്ങളും സന്തോഷങ്ങളും തന്ന് നമ്മളെ നടത്തുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവം അവൻ മതിയാകുന്ന കർത്താവാ. ഇനി കഴുകനെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞിനെ അത് പറക്ക പഠിപ്പിക്കുന്ന പോലെ അതിനെ അത് ചെയ്യുന്നത് പോലെ അതിനെ ചെയ്യുവാൻ തക്കവണ്ണം ഇന്നും എന്റെ കർത്താവ് വിശ്വസ്തനായ കർത്താവാണ്. കാരണം നമുക്കറിയാമല്ലോ, ഒരു സെക്യൂരിറ്റിയെ ഏതെങ്കിലും ഒരു കമ്പനിയിലോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ കൊണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം അതിന് ഉത്തരവാദിത്വം മുഴുവൻ അവന്റെ കരത്തിൽ ഏൽപ്പിക്കുക. ശത്രു അകത്ത് കടക്കാതെ അത് അകത്ത് വന്ന് അത് തകർത്ത് കളയുവാനാകാതെ അപഹരിക്കാതിരിക്കുവാൻ വേണ്ടി അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വമാ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ യേശു വിലയ്ക്ക് വാങ്ങിയ എന്റെ ജീവിതത്തില് എന്റെ കർത്താവിന് എന്റെ നിങ്ങളെ കുറിച്ചുള്ളതായ ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് ശത്രു എത്ര നിലകളിലും ഏതെല്ലാം തന്ത്രങ്ങൾ അയച്ചുകൊണ്ട് തകർത്തി കളയുവാൻ, മുടിപ്പിക്കുവാൻ, എനിക്ക് നിനക്കുമെതിരെ വെല്ലുവിളിക്കുവാൻ അത് കടന്നു വരുമ്പോൾ എന്റെ കർത്താവിന്റെ കരം നമ്മളോട് കൂടെ ഇരുന്ന് അവന്റെ ചിറകിന്റെ മറവിൽ നമ്മളെ മറയ്ക്കുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവം മതിയാകുന്നവനാണ്. അതുകൊണ്ടാ സംഗീതകാരൻ പറഞ്ഞത്, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവമെന്ന് അവൻ വിളിച്ചു പറയുവാൻ ഇടയായിത്തീർന്നത്. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിനെ ഈ കർത്താവിനോടൊന്ന് ചേർന്ന് നിൽക്കുവാൻ, പറ്റി നിൽക്കുവാൻ, ആ ചിറകിന്റെ മറവിൽ ഒന്ന് ആശ്രയിക്കുവാൻ, ദൈവത്തിലേക്ക് ഒന്ന് ആശ്രയം വയ്ക്കുവാൻ കഴിയുന്നവെങ്കിൽ ശത്രു ഒരു ദോഷം വരുത്തുവാൻ ഇടയാകാതെ സംരക്ഷിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം നമ്മളോട് കൂടെയുണ്ടെന്ന് ഇന്ന് രാത്രി അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവം ഒരുക്കുന്നത് കർത്താവാ. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട് ഈ ദൈവത്തിന്റെ വചനം അങ്ങനെ തന്നെ പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നവര് നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ദൈവത്തെ സ്തുതിക്കാൻ കഴിയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മള് കഴുകനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അടുത്തൊരു കാര്യം കൊണ്ട് കർത്താവിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം 103-ാം സങ്കീർത്തനം അതിന്റെ 5-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, നിന്റെ ഈ യൗവനം കഴുകനെ പോലെ പുതിയ തക്കവണ്ണം അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവം. അപ്പൊ അവിടെ പറയുന്നു നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം. അപ്പൊ അങ്ങനെയെങ്കിൽ ഒരു കുഞ്ഞിന്റെ അനുഭവമല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് വൽക്കാലം ഈ രാത്രിക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിനെ, നീ ക്ഷീണിതനാണെങ്കിൽ, നീ ബലഹീനനാണെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ഭാരങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ എന്റെ കർത്താവ് നിന്നെ തള്ളിക്കളയത്തില്ല. ഇനി ഇവരെ കൊള്ളത്തില്ല എന്ന് പറയുന്നവനല്ല. എന്റെ കർത്താവ് എന്നെ ഇതിനെ പണിത് കൊണ്ടുവന്ന് പുറത്താക്കുവാൻ, ഇവരെ നിർത്തുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവം മതിയാകുന്ന കർത്താവാണ്. ഇനി എങ്ങനെ ഈ കഴിയ യൗവനത്തിലേക്ക് മടങ്ങി വരുന്നത്? ഇവിടെ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്, ഈ കഴുകന് പ്രായമേറി കഴിയുമ്പോൾ, അവന്റെ ശരീരം നെയ് കൊണ്ട് മുറ്റിക്കഴിയുമ്പോൾ, പറക്കാൻ കഴിയാതെ, അത് ചിറകുകൾ വേണ്ടവണ്ണം പ്രയോജനപ്പെടുത്തുവാൻ കഴിയാതെ ക്ഷീണിതരായിരിക്കുമ്പോ ഈ കഴുകൻ ചെയ്ത ഒരു പരിപാടിയുണ്ട്. ഉയരത്തിലുള്ള പാറയുടെ പിളർപ്പിലേക്ക് ഇത് പറന്നു കയറി അവിടെ ചെന്നിരിക്കും. അവിടെ ഇരുന്നു കൊണ്ട് അതിന്റെ ചിറകൾ ഓരോന്നോരോന്നായി ചിറകിൽ നിന്ന് ഈ തൂവലുകള് അത് കൊത്തിപ്പറിച്ച് അത് മുഴുവൻ കളയും. മുഴുവൻ കളഞ്ഞു കഴിയുമ്പോ നമുക്കറിയാം, ബ്രോയിലർ ചിക്കൻ മേടിക്കാൻ പോകുന്ന പോലെ തൊലി ഉരിച്ചു കിട്ടുന്നത് പോലുള്ള ഒരനുഭവത്തിലേക്ക് ഇത് മാറും. എന്ന് പറഞ്ഞാൽ ഒട്ടും ചിറകില്ലാത്ത ഒരു മാംസപിണ്ഡമായി മാത്രം നിൽക്കുന്ന ഒരു പ്രായമേറിയ കഴുകൻ അവർ ചെയ്ത പരിപാടി, ഈ ചിറകെല്ലാം അതിന്റെ തൂവലുകളെല്ലാം കളഞ്ഞതിന് ശേഷം ഉയരത്തിൽ നിന്ന് വരുന്ന ആ ചൂടിനെ ലക്ഷ്യമാക്കിക്കൊണ്ടത് അവിടെ ഇരിക്കും. ചില നാളുകൾ കഴിയുമ്പോൾ ഈ ചൂട് അതിന്റെ ഉള്ളിലുള്ള നെയ്യെല്ലാം ഉരുകി അത് മാറിക്കഴിയുമ്പോൾ ഇത് ഒട്ടും തൂക്കമില്ലാത്ത അല്ലെങ്കിൽ വെയിറ്റ് കുറഞ്ഞ ഒരു പക്ഷിയായി ഇത് മാറുകയാണ്. ഈ സമയത്ത് ഒരു പുതിയ തൂവലുകൾ അതിനെ വരുവാൻ ഇടയായി തീരും.
ഈ തൂവലുകളുടെ വളർച്ചയെല്ലാം പൂർത്തീകരിച്ചു കഴിയുമ്പോൾ പഴയതുപോലെ ആരോഗ്യം വീണ്ടെടുക്കാം. ഇത് ബലമുള്ള ചിറകുള്ള ഒരു പക്ഷിയായി അത് രൂപാന്തരം പ്രാപിക്കുവാൻ തക്കോടപെടും. ഈ കഴുകൻ പിന്നെയും ദീർഘവർഷങ്ങള് ഉയരത്തിലേക്ക് പറന്നു പോകുവാൻ അതിന് ഇടയാക്കി തീർക്കും. അതിന്റെ വാക്യം കേട്ട് ഒരു യൗവനമാക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന് അതിന് എന്നതിനെ കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഞാനെന്ന് ക്ഷീണിച്ചു പോകുമ്പോൾ, ബലമില്ലാതാകുമ്പോൾ, പ്രതികൂലത്തിന്റെ നടുവിൽ കൂടെ അത് കടന്നു പോകുമ്പോൾ ഇനി കൊള്ളത്തില്ലെന്ന് ലോകം എനിക്ക് നിനക്കുമെതിരെ വിധി എഴുതുമ്പോൾ ഇവനെ കൊണ്ട് പ്രയോജനമില്ലെന്ന്, ഇവിടെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലെന്ന് അത് വിധി എഴുതുമ്പോൾ എന്നെ കട്ടാവറ് എന്നെ കട്ടാൻ ഉപയോഗിക്കുവാൻ പദ്ധതിയുണ്ടെന്നുള്ളത്. അതാണല്ലോ ഏലിയാവ് ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, മതി കർത്താവേ, എന്റെ ആയുസ്സിനെ അങ്ങ് എടുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് ഉറങ്ങുന്നുടനെ അവനെ തട്ടി ഉണർത്തി അവര് വേണ്ട അപ്പവും വെള്ളവും കൊടുത്തിട്ട് അവനെ തട്ടി ഉണർത്തി പറഞ്ഞു, ഇനിയും നിനക്കൊരു ദൂരയാത്ര ചെയ്യുവാനായിട്ടുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തെ നമ്മുടേതായ ശുശ്രൂഷകൾക്ക് ഒരു പരിമിതി വെക്കുവാനുള്ളവരല്ല. ഇന്ന് രാത്രി എന്റെ കർത്താവ് ഇതിനെ കുറിച്ച് എന്താണോ പദ്ധതി ഇട്ടിരിക്കുന്നത് ആ പദ്ധതി നിറവേറപ്പെടുവാനായി ദൈവത്തിന്റെ കരങ്ങളിൽ എന്നെ നിങ്ങളൊന്ന് വിധേയപ്പെടുത്തി കൊടുക്കുവാൻ അത് കഴിയുന്നുവെങ്കിൽ ഇന്ന് രാത്രി ദൈവം ഇനി വരും നാളുകളില് ശക്തിയോടെ എന്നെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം എന്റെ ദൈവം മതിയാകുന്നവനാ. നമ്മളെ ദൈവം വിളിച്ചത് വെറുതെ ആ വിളിച്ച ദൈവമല്ല. എനിക്ക് നിനക്ക് ഒരു ശുശ്രൂഷയുണ്ട്. ഇന്ന് രാത്രി അത് മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഉറച്ച് ഒതുങ്ങിക്കൂടുവാനല്ല. ഇന്ന് രാത്രി ശടകുടഞ്ഞ് ഒരു കഴുകനെ പോലെ, യൗവനയുക്തനായ കഴുകനെ പോലെ അവൻ പുതുക്കം പ്രാപിച്ചതുപോലെ ഇന്ന് രാത്രി എഴുന്നേൽക്കുവാനുള്ള ഒരു സമർപ്പണമുണ്ടെങ്കിൽ ദൈവത്തിന്റെ ബലം എന്റെ ഉള്ളിലേക്ക് കത്ത് ഒരു പുത്തൻ അനുഭവത്തോടെ, പുതിയ അഭിഷേകത്തോടെ, പുതിയ ബലത്തോടെ എന്നെ എഴുന്നേൽപ്പിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവം മതിയാകുന്നവരാണ്. ഇന്ന് രാത്രി ആരൊക്കെ ഈ വചനം കേട്ട് ദൈവത്തിന്റെ കരങ്ങളിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? നിശ്ചയമായിട്ടും ദൈവത്തെ വരെ ഞാനിന്ന് ലക്ഷിച്ചു പോകാൻ ഇടയാകാതെ എന്നെ ഈ നാടുകളിൽ ശക്തിയോട് എന്റെ കട്ട ഉപയോഗിക്കുവാൻ തക്കവണ്ണം ദൈവം മതിയാകുന്ന കർത്താവ ഒന്ന് വിധേയപ്പെടുത്തി കൊടുത്താൽ മതി. കർത്താവ് ഞാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ കൂടി നിറവേറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് മേലെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നവന് നിന്റെ ക്ഷീണങ്ങളിൽ നിന്ന് നിന്നെ വിടുവിച്ച്, ബലഹീനതയിൽ നിന്ന് നിന്നെ വിടുവിച്ച് ശക്തനാക്കി നിർത്തുവാൻ തക്കവണ്ണം എന്റെ ദൈവം വിശ്വസ്തനായ കർത്താവ. കർത്താവ് വാക്ക് പറഞ്ഞിട്ട് അവൻ മാറിപ്പോകുന്ന ദൈവമല്ല. ദൈവത്തിലെ കഴിഞ്ഞ നാളുകളില് ഇന്ന് രാത്രി ഒന്ന് ചിന്തിച്ചു നോക്കി, എന്നെ വിളിച്ച നാളുകളില് എത്രയോ തീഷ്ണതയോടെ എന്റെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞവരാ. നാളുകൾ മാറിപ്പോയപ്പോൾ, അത് കഴിഞ്ഞുപോയപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചിന്താഗതികൾ, അത് ബലഹീനതകൾ നമ്മുടെ ജീവിതത്തെ ക്ഷീണിപ്പിച്ചപ്പോൾ, പല പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ജീവിതത്തിന് നേരെ വന്നപ്പോൾ, നമ്മളെ തളർത്തിക്കളയുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നപ്പോൾ അതിന് നടുവിലും തകർന്നു പോകാതെ സൂക്ഷിച്ചൊരു ദൈവത്തിന്റെ കരമുണ്ട്, ഉയർത്തി നിർത്തിയൊരു ദൈവത്തിന്റെ കരമുണ്ട്, ശക്തരാക്കിയൊരു ദൈവത്തിന്റെ കരമുണ്ട്. ആ ദൈവത്തിന്റെ ബലമുള്ള കരത്തിൽ ഇന്ന് രാത്രി നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മൾ പ്രാരംഭത്തിൽ വായിച്ചൊരു വാക്യമുണ്ട്, എബ്രായത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്കൊന്ന് ഓടാൻ കഴിയണമെന്ന്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ മുന്നോട്ടുള്ള ഗമനങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ, ആത്മിക ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ വേണം നമ്മുടെ ജീവിതത്തെ പുറമോട്ട് പിടിച്ചു നിർത്തുന്ന, ഭാരപ്പെടുത്തുന്ന ഏത് വിഷയമാണെങ്കിലും ഇന്ന് രാത്രി ദൈവത്തിന്റെ കരകൾ അതിനൊന്ന് ഏൽപ്പിച്ച് ഒന്ന് വിട്ട് കളയുവാൻ, അതിനോട് വിട പറയുവാൻ അത് കഴിയുന്നുവെങ്കിൽ ദൈവത്തിന് മേലെ എന്നെ ഈ നാടുകളിൽ ഇതിന്റെ ശക്തിയോട് ഈ ജർമ്മനിയുടെ പ്രദേശത്ത് ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ച് ഇതിനെ വളർത്തുവാൻ തക്കവണ്ണം എന്റെ ദൈവം വിശ്വസ്തനായ കർത്താവാണ്. നമ്മൾ ഓർക്കണമേ, വാക്ക് പറഞ്ഞിട്ട് അവൻ മാറുന്ന ദൈവമല്ല. ഈ രാജ്യത്ത് നമ്മളെ കൊണ്ടുവന്നുവെങ്കിൽ, ഇത്രത്തോളം പാലിക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും വരും ദിനങ്ങളിലും ഇന്ന് രൂപറിയോ എന്നതിനെ വളർത്തുവാൻ, സഭയെ വളർത്തുവാൻ, കുടുംബങ്ങളെ വളർത്തുവാൻ, ആത്മികത്തിൽ ശക്തരാക്കി നിർത്തുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഒരുക്കുന്ന കർത്താവാണ്. അതുകൊണ്ടാണല്ലോ പോർത്തിലേഖനമൊക്കെ പറഞ്ഞിരിക്കുന്നത്,
ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, സകലവും പുതുതായി തീർന്നിരിക്കുന്നുവെന്ന്. നിശ്ചയമായിട്ടും ദൈവത്തിന്റെ ദൈവ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ, പണിയുവാൻ നമ്മളെ ഏൽപ്പിക്കുമ്പോൾ, ഒരു കഴുകൻ തന്റെ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിച്ചതുപോലെ സൂക്ഷിക്കാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവിന്റെ മുമ്പിൽ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, നിന്റെ യൗവന പ്രായം കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന ക്ഷീണാവസ്ഥകളിലേക്ക് വരുന്ന സമയത്ത് നിന്നെ ഒരു യൗവനയുക്തനാക്കി മാറ്റുവാൻ, ഊർജ്ജസ്വലവനാക്കി മാറ്റുവാൻ എന്റെ ദൈവം മതിയാകുന്നവനാ. ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ കരത്തില് നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. നിന്റെ ക്ഷീണങ്ങളെ മാറ്റുന്നവൻ. നീ പറ, ഞാൻ ശക്തനാ, ഞാൻ ദൈവിക ബലമുള്ളവനാ, എന്റെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കൂ. ഇന്ന് രാത്രി നിന്റെ വാ കൊണ്ട് ആ വാക്കുകൾ, വിശ്വാസത്തിന്റെ വാക്കുകൾ ഒന്ന് വിളിച്ചു പറയാൻ കഴിയുന്നുവെങ്കിൽ എന്റെ ദൈവം ആ വാക്കുകൾക്ക് മറുപടി അത് തരുന്ന ദൈവമാ. ഒരിക്കലും അതിനെ മറികടന്നു പോകത്തില്ല. അവന്റെ ആദര നിഷേധിക്കാത്തൊരു കറ്റ ഉണ്ടെന്ന് ജീവിതത്തിൽ അനുഭവിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കുന്ന കറ്റാവാ. അപ്പോൾ നിശ്ചയമായിട്ടും ഏൽപ്പിക്കുന്നവനെ ദൈവം ഒരുക്കിയെടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവം മതിയാകുന്നവനാ. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ആ കർത്താവിന്റെ വലിയ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ദൈവം നമ്മളെ ഒരുക്കട്ടെ. നമുക്കറിയാം, ഈ വചനത്തോടുള്ള ബന്ധത്തില് യെശയ്യാപ്രവചനം 40-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തില് ഇങ്ങനെ വായിക്കുന്നുണ്ട്. യെശയ്യാപ്രവചനം 40-ാം അധ്യായത്തിന്റെ 29 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുന്നു. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെയും കർത്താവിന്റെ വചനം പറയുന്നത്, ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാർ ഇടറി വീഴും. ദൈവത്തിന് വചനം അടുത്ത് പറയാ, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അപ്പൊ നമ്മൾ ഓർക്കണമേ, ഈ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ആരോഗ്യമുള്ള യൗവനക്കാരെയൊക്കെ എടുത്തു നോക്കുമ്പോൾ ദൈവകൃപ ഇല്ലെങ്കിൽ അവർ പലതിൽ ക്ഷീണിച്ചു പോകുന്നത് കാണാൻ കഴിയും. ഒരു നിസ്സാര വിഷയം അവരുടെ ജീവിതത്തിൽ വന്നാൽ മതി, പിന്നെ അവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയത്തില്ല. ടെൻഷനുകളാ, ഭാരങ്ങളാ, എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ചിന്തിക്കുന്ന, തളർന്നു പോകുന്ന, ഭാരപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഓർപ്പിക്കുക. ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികൾ വരുന്ന ഉടനെ ഇത് കണ്ട് പകച്ചു നിൽക്കുവാനല്ല, ലക്ഷ്യം എനിക്ക് നിനക്കുമുണ്ട്. ഇന്ന് രാത്രി ദൈവത്തെ പോലെ അതിൽ തയ്യാറാകുവാൻ കഴിയുന്നുവെങ്കിൽ, അതിനേൽപ്പിക്കാൻ കഴിയുന്നുവെങ്കിൽ, അത് പ്രാപിക്കാനുള്ള ഒരു സമർപ്പണമുണ്ടെങ്കിൽ, ഇത് ക്ഷീണിക്കുന്നവരുടെ നടുവില്, ബലഹീനമെന്ന് തോന്നുന്നവരുടെ നടുവില് ശക്തനാക്കുന്ന ഒരു ദൈവത്തിന്റെ കരം നമ്മളോട് കൂടെ ഇരിപ്പാൻ നമ്മുടെ ദൈവം ഒരുക്കുന്ന കർത്താവാ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ആ കർത്താവിന്റെ കരം നമ്മളെ അത്ഭുതകരമായി നടത്തുവാൻ, നമ്മുടെ വലങ്കൈക്ക് പിടിച്ച് നമ്മുടെ മുന്നോട്ടുള്ള ഗമനങ്ങളിൽ തകർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ ബലത്തോടെ നിർത്തുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവം മതിയാകുന്ന കർത്താവ്. ഇവിടെ വചനം പറഞ്ഞു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. നമുക്കൊരു കാത്തിരിപ്പ് ആവശ്യമാണ്. കാരണം നമുക്കൊരു ലക്ഷ്യമുണ്ട്. ഓടി വിജയം പ്രാപിച്ച സാക്ഷികളുടെ ഒരു സമൂഹം നമുക്ക് സാക്ഷ്യം നിന്നുകൊണ്ട് അത് വിളിച്ചു പറയുമ്പോൾ, അത് നമുക്കും ദൈവം ഒരു വാക്തത്വം വെച്ചിരിക്കുക. ആ വാക്തത്വം, ആ ലക്ഷ്യത്തിൽ നമ്മൾ എത്തുവാൻ കഴിയണമെങ്കിൽ ഈ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു കാത്തിരിപ്പ് ആവശ്യമാണ്. കർത്താവിന്റെ സന്നിധി ചേർന്ന് നിൽക്കുന്ന, പറ്റി നിൽക്കുന്ന, ദൈവത്തോട് ചേർന്ന് ഇഴുകി നിൽക്കുന്ന ഒരു അനുഭവം എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ ബലം എന്റെ ഉള്ളിലേക്ക് തന്ന് ക്ഷീണങ്ങളെ മാറ്റി, ബലഹീനതകളെ മാറ്റി, അത് ശക്തമാക്കി നിർത്തുവാൻ ദൈവം മനസ്സരിയുള്ള ദൈവമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും.
അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അപ്പൊ കഴുകന്റെ അനുഭവം പറഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം. ഈ രണ്ടാമത് ഞാൻ ഓർപ്പിച്ചല്ലോ, അവൻ വായിക്ക് നന്മ തൃപ്തി വരുത്തും എന്ന് പറഞ്ഞ ആ അനുഭവം, ഈ ബലം നമ്മുടെ ജീവിതത്തിൽ തരുന്ന ഉടനെ ക്ഷീണിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പൈതല്, ദൈവത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിൽ തന്നു കഴിഞ്ഞാൽ നീ വെറുതെ ഇരിക്കത്തില്ല. കാരണം കർത്താവിനെ അവൾ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും എന്ന് പറഞ്ഞ ഉയരത്തിലേക്ക് കയറാൻ, ഉയരത്തിലേക്ക് എത്തുവാൻ, ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള ഒരു ബലം എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ എന്റെ കർത്താവ് തന്ന് നമ്മളെ പുറത്തെടുക്കുവാൻ നമ്മുടെ ദൈവം മതിയാകണവരാ. അത് മാത്രമല്ല, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. അപ്പൊ തളരുവാനല്ല, ക്ഷീണിച്ചു പോകാനല്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു ബലം തന്നാൽ ദൈവത്തിനെ ഇടയ്ക്ക് വെച്ച് തകർന്നു പോകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ആയുസ്സിനെ തന്ന കർത്താവ് ശത്രുവിനെ അത് തൊടുവാൻ അനുവദിക്കാതെ എന്റെ കർത്താവ് തന്ന ആയുസ് ദൈവനാമ മഹത്വത്തിന് പ്രയോജനപ്പെടുന്ന നിലയിൽ ദൈവം നമ്മളെ കൊണ്ടുവന്ന് ലക്ഷ്യത്തിലേക്ക് ഓടിയെത്തുവാൻ, ലക്ഷ്യത്തിലേക്ക് നടന്നു പോകുവാൻ, അത് തകർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ ബലം ധരിപ്പിച്ച് എന്നെ ലക്ഷ്യത്തിൽ കൊണ്ടെത്തിക്കുവാൻ നമ്മുടെ ദൈവം മതിയാകുന്ന കർത്താവ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഏതെങ്കിലും തലങ്ങളിൽ ഒരു ക്ഷീണാവസ്ഥ അനുഭവിക്കുന്നുവെങ്കിൽ, ബലഹീനത അനുഭവിക്കുന്നുവെങ്കിൽ, ആത്മീകമായി മുന്നേറുവാൻ കഴിയാതെ വേണം, പലപ്പോഴും പ്രതിസന്ധികൾ നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്നുവെങ്കിൽ, നിരാശകൾ ഇട്ടുകൊണ്ട്, ടെൻഷനിൽ ഇട്ടുകൊണ്ട് ഭാരപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി എന്റെ കർത്താവിനോട് നീ ഒന്ന് തുറന്നു പറ. കർത്താവേ, എനിക്ക് ഇന്ന ബലഹീനതകളുണ്ട്, ഇന്ന ഭാരങ്ങൾ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത്, ഇന്ന വിഷയം എന്റെ ജീവിതത്തിൽ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു, മുന്നേറുവാൻ കഴിയാതെ വേണം, പ്രതിസന്ധികൾ എന്റെ ജീവിതത്തിന് ഒന്നിനു പറയെ ഒന്നായി തിരമാലകൾ പോലെ അടിച്ചു വരുമ്പോൾ ദൈവമേ ഞാൻ നിന്നിൽ ആശ്രയിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ എന്റെ കർത്താവ് നമ്മളെ കരത്തിൽ പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെ ബലം തന്ന് ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവം മതിയാകണവൻ. ഒരിക്കലും നമ്മളെ കൈവിടുന്ന ഒരു ദൈവമല്ല നമ്മുടെ കർത്താവ്. നമുക്കറിയാമോ, ഏലിയാവ് രഥത്തിന് മുമ്പേ ഓടി ലക്ഷ്യത്തിലെത്തുവാൻ കഴിഞ്ഞവനാണ്. ഓർക്കണമേ, ആഹാബിന്റെ രഥം ശക്തമായ രഥം, അതിനെ പൂട്ടിയിരിക്കുന്ന കുതിരകൾ ആ രാജ്യത്തെ ഏറ്റവും ശക്തിയുള്ളതാണ്. എന്നാൽ അതിനെക്കാട്ടി മുന്നിലോടി ലക്ഷ്യത്തിലെത്തുവാനുള്ള ബലം അവന്റെ കാലുകൾക്ക് ദൈവം കൊടുത്തുവെങ്കിൽ, ഇന്ന് രാത്രി കാത്തിരിക്കുന്ന ദൈവത്തിന്റെ മകനെ നിന്റെ മേൽ ദൈവത്തിന്റെ ഒരു ബലം തന്ന് ലക്ഷ്യത്തിലെത്തിക്കുവാൻ നമ്മുടെ ദൈവം മതിയാകുന്നവരാ. ഓർക്കണമേ, അതിന് തടസ്സമായി പലപ്പോഴും പിശാച്, അത് ശത്രു എനിക്ക് നിനക്കുമെതിരെ അവന്റെ തന്ത്രങ്ങളെ അടിച്ചുവിടുമ്പോൾ ഇന്ന് രാത്രി അവരെ വിവേചിച്ചറിയുവാനുള്ള ഒരു ദൈവത്തിന് കൃപയ്ക്ക് വേണ്ടി നിന്റെ ജീവിതത്തെ ഒന്ന് സമർപ്പിച്ച് അത് കൊടുക്കുവാൻ കഴിയുന്നുവെങ്കിൽ ദൈവത്തിനെ അവ കൊണ്ടുവരുന്ന തന്ത്രങ്ങളെ വിജയത്തോടെ മുന്നേറുവാനുള്ള ദൈവത്തിന്റെ കൃപയും അവന്റെ ബലവും ശക്തി തന്ന് നമ്മളെ നടത്തുവാൻ നമ്മുടെ ദൈവം മതിയാകുന്നവരാണ്. അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും ആ കർത്താവിന്റെ കരത്തിൽ നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോ ദൈവത്തിന് നമ്മളെ കുറിച്ച് ചില പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ ഇവിടെ വെച്ച് നമ്മൾ നിറവേറ്റുവാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയണം. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനം 1-ാം ലേഖനത്തിലേക്ക് വരുന്നുണ്ട്. അതിന് 3-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10 മുതൽ. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെടും. ആ ദിവസം അതിനെ തെളിവാക്കും.
അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. അപ്പൊ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൈവം നമ്മളെ തെരഞ്ഞെടുത്തതിന് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നിറവേറപ്പെടുവാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയണമെങ്കിൽ നമ്മളെ ഏൽപ്പിച്ച പണിയെ കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ആ ബോധ്യമില്ലാത്ത വ്യക്തികൾക്ക് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണമെന്ന് അവർക്കറിയാൻ കഴിയത്തില്ല. എന്നാൽ നമ്മളെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി നമ്മുടെ ജീവിതത്തിൽ ഇട്ടിരിക്കുമ്പോ നമ്മുടെ വിളിയെ കുറിച്ച്, നമ്മുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച്, ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളെ കുറിച്ച്, ദൗത്യത്തെ കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടായിരിക്കണം. ആ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുവാൻ കഴിയണമെങ്കിൽ നമ്മളെ ഏൽപ്പിച്ച പണി വിശ്വസ്തയോടെ നമുക്കൊന്ന് ചെയ്യാൻ കഴിയണം. അതുകൊണ്ടാണ് അതിന്റെ 11ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പൊ നമ്മൾ ഓർക്കണമേ, നമ്മളെ ചില കഴിവുകളൊക്കെ ഒന്ന് പുറത്തെടുത്തേക്കാമെന്ന് വിചാരിച്ചാൽ അത് ദൈവത്തിന് പ്രസാദകരമായിരിക്കത്തില്ല. നമ്മൾ എന്തെങ്കിലും ഒന്ന് പണിയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് യേശു ക്രിസ്തു ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ നമ്മൾ പണിയണം. അല്ലാത്ത പണികളൊക്കെ തകർന്ന് തരിപ്പണമായി പോകത്തേയുള്ളൂ. കർത്താവ് നമുക്ക് തരുന്ന ആലോചന പ്രകാരം ദൈവം നമ്മളോട് പറയുന്ന ദൈവിക പദ്ധതികൾ അത് നിറവേറപ്പെടുവാൻ കഴിയണമെങ്കിൽ ദൈവത്തിന് ബദല് ആ പണി വ്യക്തമായ ബോധ്യത്തോടെ, അത് എന്നെ ഏൽപ്പിച്ച പണിയാണെന്നുള്ളതായ ആ ബോധ്യത്തോടെ ഇന്ന് രാത്രി നമ്മുടെ ജീവിതം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവ് നമ്മളെ കൂടെ ചെയ്തെടുപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ നന്നായി നമ്മളെ ചെയ്തെടുപ്പിക്കുന്നവരാ. അങ്ങനെയെങ്കിൽ ഈ ജർമ്മനിയുടെ പ്രദേശത്ത് നമ്മളെ ദൈവം കൊണ്ടുവന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നമ്മളെ ഓരോരുത്തരെ കുറിച്ച് ദൈവം ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ആ പദ്ധതിക്കകത്ത് നിന്നുകൊണ്ട് ഏൽപ്പിച്ച ശുശ്രൂഷ നമുക്കൊന്ന് ചെയ്യാനുള്ള സമർപ്പണം ഉണ്ടാകണം. നമുക്കറിയാം, കർത്താവ് ഏൽപ്പിച്ചതിന് മീതെ പണിയാൻ പോകരുത്. ആ മീതെ പണിയാൻ പോയാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ആ പണി അത് വിജയകരമാകത്തില്ല. താഴെ പണിയാൻ പോയാലും അത് പദ്ധതി നടക്കുവാൻ കഴിയത്തില്ല. എന്നാൽ ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തയോട് ഒന്ന് ചെയ്യാൻ കഴിയുന്നവനെയാ എന്റെ ദൈവത്തിന് ആവശ്യമായിരിക്കുന്നത്. നമുക്കറിയാം, പണിയെക്കുറിച്ചും അതിന് 12ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആരെങ്കിലും പൊന്നെ, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവന്റെ പണി തീ വെളിപ്പെടുത്തുമെന്ന് ശോധന ചെയ്യും. അപ്പൊ നമ്മൾ ഓർക്കണമേ, കത്തിത്തുറുമാടി എന്നാല് അതൊക്കെ കത്തിപ്പോകും. എന്നാൽ പൊന്നും വെള്ളിയും വിലയേറിയ കല്ലുകളുള്ള പണിയാണെങ്കിൽ തീക്കകത്തോടെ പോയാൽ അത് മാറ്റി കൂടി വരത്തേ ഉള്ളൂ. അതുകൊണ്ടാ തട്ടാൻ ഒരു നല്ല ഉരുപ്പടി കിട്ടുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്. തീയിൽ കൂടി നമ്മളൊന്ന് ഉരുപ്പടി ഒന്ന് വിട്ടുകൊടുത്താൽ അതിന്റെ കീടങ്ങളെയൊക്കെ നീക്കി നല്ല ഉരുപ്പടിയായി അത് പുറത്ത് വരുന്നത് പോലെ ദൈവത്തിന്റെ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതം കർത്താവിന്റെ കരകളിൽ ഏൽപ്പിച്ചൊന്ന് നന്നായി ഒന്ന് നമ്മളെ കൊണ്ടുവരുവാൻ കഴിയണമെങ്കിൽ നിശ്ചയമായിട്ടും ആ പണിക്ക് വേണ്ടി നമ്മുടെ ജീവിതം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. നിത്യത ചെയ്യുന്നതോടെ ഒരു വലിയ പ്രതിഫലം കർത്താവ് നമുക്ക് വെച്ചിട്ടുണ്ട്. അത് പ്രാപിക്കാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയണമെങ്കിൽ നമ്മുടെ പണി ഇവിടെ വിശ്വസ്തയോടെ നമ്മൾ ചെയ്യുവാൻ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് കഴിയണം. നമുക്കറിയാമല്ലോ, ദൈവം നമ്മളെ വിളിച്ചതിനൊക്കെ ഒത്തിരി ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശങ്ങളൊക്കെ നിറവേറപ്പെടുവാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയണമെങ്കിൽ നമുക്ക് ആ വചനത്തിലേക്ക് നമുക്കൊന്ന് വരുവാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അത് പ്രാപിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഗലാത്യ ലേഖനം പഠിക്കുന്നുടനെ അതിന് 6-ാം അധ്യായത്തിന് 7-8 വാക്യം വായിക്കുന്നുണ്ട്. ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മൾ ഓർക്കണം, നമ്മുടെ പണിയൊക്കെ ദൈവത്തിന് പ്രസാദകരമായി തീരുവാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയണം. നമ്മളെ ഒരു പണി ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ആ പണി ദൈവവചന വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് പണിയണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുക. ഇവിടെ ഗലാത്യ ലേഖനത്തിൽ
പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. നമ്മൾ എന്താണോ ഈ ഭൂമി വിതയ്ക്കുന്നത് അത് നമുക്ക് കൊയ്യാൻ കഴിയും. നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ നെല്ല് വിതയ്ക്കുന്നവരുണ്ട്. നെല്ല് വിതച്ചാൽ ഇവിടുത്തെ ഗോതമ്പൊന്നും കിട്ടുന്നില്ല, നെല്ല് തന്നെ കിട്ടുന്നു. ഇതുപോലെ ഓരോ വിത എന്തോ വിതച്ചാലും അതിന്റെ ഫലമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നല്ല നിലത്ത് വിതയ്ക്കുന്നതിനൊക്കെ 30, 60, 100 പേരും വിളയും. അത് കിട്ടുന്നത് പോലെ തന്നെ ഇന്ന് രാത്രി നമ്മളെ വിളിച്ചൊരു ദൈവമുണ്ട്. ദൈവം നമ്മളെ ഏൽപ്പിച്ചൊരു ദൗത്യമുണ്ട്. ഇന്ന് രാത്രി കാത്തിരിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ ബലവും ശക്തി പകരുമ്പോ നമ്മൾ ഓർക്കണം, ഇത് എനിക്കും നിനക്കും മാത്രം വെച്ചേക്കാനുള്ളതല്ല. നമ്മളെ ഏൽപ്പിച്ച എന്തോ ദൗത്യമാണോ അത് ദൈവത്തിന് വേണ്ടി നിറവേറ്റുക, നിവർത്തിക്കപ്പെടുവാൻ സ്വർഗം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക. അങ്ങനെങ്കിൽ ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും. വചനമതു ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് വിതയാ വിതയ്ക്കുന്നുള്ളത് ഇന്ന് രാത്രി നമ്മളെന്തിൽ നിന്ന് പരിശോധിക്കണം. ആത്മാവിലാണോ വിതയ്ക്കുന്നത്, ജഡത്തിലാണോ വിതയ്ക്കുന്നത്? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മള് നിത്യതയിൽ എത്തണമെങ്കിൽ നമ്മുടെ പണി നമ്മൾ തന്നെ ഒന്ന് ശോധന ചെയ്തു. അതേ അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഓരോരുത്തൻ താന്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ, എന്നാൽ അവൻ തന്റെ പ്രശംസ മറ്റൊരുത്തനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വെക്കും. ഓരോരുത്തരും താന്റെ ചുമട് ചുമക്കട്ടെ. അപ്പൊ നമ്മളൊക്കെ ഒരു ദൗത്യം ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, ആ പ്രവൃത്തി, ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ ഒന്ന് ശോധന ചെയ്യണം. നമ്മുടെ മറ്റുള്ളവനെ നോക്കിയിട്ട് അവൻ എന്ത് ചെയ്യുന്നു എന്നല്ല നമ്മൾ വിധി എഴുതേണ്ടത്. ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, ദൈവം എന്നെ ഏൽപ്പിച്ചത് എന്താണ്. ഇന്ന് രാത്രി ദൈവത്തിലെ അത് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്തിട്ട് അതിൽ നമ്മൾ ചെയ്യുന്നത് വ്യക്തമായിട്ട് ഒന്ന് മനസ്സിലാക്കണം. ദൈവത്തിന്റെ ഹിതപ്രകാരമാണോ ഞാനും നിങ്ങൾ ചെയ്യുന്നതെന്നുള്ളതായ ആ ബോധ്യമുണ്ടെങ്കിൽ ഒരിക്കലും പരാജയപ്പെടത്തില്ല. തല ഉയർത്തി നിൽക്കത്തക്ക നിലയിൽ ദൈവം നമ്മളെ ഒരുക്കുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവം അധ്യാപന കണ്ടാവാം. നമുക്കറിയാം, തീമോത്തിയോസിന്റെ ലേഖനത്തിലേക്ക് വരുന്നുണ്ട്. 2-ാം ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 3, 4, 5 വാക്യങ്ങളില് ഇങ്ങനെ വായിക്കാൻ കഴിയുന്നുണ്ട്, ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോട് കഷ്ടം സഹിക്കാം. പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായിൽ കിരീടം പ്രാപിക്കയില്ല. അപ്പൊ ഈ ലോകത്തിലെ ഒരു വ്യക്തി ഈ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ ദൈവത്തിലെ അവൻ ഒരു പ്രതിഫലം രാജ്യത്തിൽ നിന്ന് കിട്ടും. അവൻ ചെയ്യുന്ന ദൗത്യത്തിന് ഒറ്റവണ്ണം അവൻ അതിന്റെ പ്രവർത്തിക്ക് ഒരു പ്രതിഫലമുണ്ട്. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കണം, ആ വ്യക്തിയെ എന്താണോ നമ്മളെ ഏൽപ്പിച്ചത്, ആ സംഘടന അല്ലെങ്കിൽ ആ രാജ്യമാണ് അധികാരി എന്താണോ വ്യക്തിയെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇന്ന് രാത്രി നമ്മൾ ക്രിസ്തുവിന്റെ ഭടന്മാരാ, ദൈവത്തിന്റെ വകയാ. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നമ്മുടെ ജീവിതത്തിൽ അത് വിശ്വസ്തയോടുകൂടെ നിറവേറ്റുവാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുക. അങ്ങനെയും ദൈവത്തിലെ ഇന്ന് രാത്രി നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഒരു പടയാളിയെ പോലെ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുവാൻ, ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിക്കുവാൻ, നമ്മളെ ഏൽപ്പിച്ച പണി വിശ്വസ്തയോടുകൂടി ഒന്ന് ചെയ്യുവാൻ കഴിയുന്നവെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് പ്രതിഫലം തരുന്നുണ്ട്. ഈ ലോകത്തിന്റെ ഒരു ഗവൺമെന്റ് ഇവിടുത്തെ ജോലിക്കാരന് ശമ്പളം കൊടുക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനി ഇവിടെ ചെയ്യുന്ന ജോലിക്ക് പ്രതിഫലം കൊടുക്കുന്നുവെങ്കിൽ, നിശ്ചയമായിട്ടും കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഒരു നല്ല പടയാളിയെ പോലെ നിൽക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ പൈതല് സ്വർഗത്തിന് ഒരു പ്രതിഫലം നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായെങ്കിൽ കിരീടം പ്രാപിക്കത്തില്ല.
ഇന്ന് രാത്രി നമ്മുടെ ആ ദൗത്യമൊക്കെ ചട്ടപ്രകാരം, ദൈവത്തിന്റെ ഹിതപ്രകാരം, ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ ഒന്ന് ചെയ്തെടുക്കുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ ദൈവത്തിന്റെ പൈതലെ ആ ഒരു പ്രതിഫലം എന്നെ നിങ്ങളുടെ ജീവിതത്തിൽ തന്ന് എന്നെ നിന്നെ സഹായിപ്പാൻ എന്റെ കട്ട മതിയാകുന്നവനാ. അതുകൊണ്ട് വചനം പറയുന്നത്, ഇതാ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നമ്മളെ അതിന് തടസ്സമായി നിൽക്കുന്ന മുറുകെ പറ്റുന്ന പാപം, ആ പാരത്തിന്റെ ചുവടുകൾ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ട് അതിനോടൊക്കെ ഒന്ന് യാത്ര പറഞ്ഞിട്ട് ദൈവം എന്താണോ നമ്മളെ ഏൽപ്പിച്ചത് ചട്ടപ്രകാരം ദൈവവചനത്തിൽ നിലനിൽക്കുവാൻ, ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങളെ നിറവേറ്റുവാൻ എനിക്ക് നിനക്ക് കഴിയണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുക. അതോടെ ഇന്ന് രാത്രി നമ്മൾ ഓർക്കണമേ, നമ്മളെ ദൈവം ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ദൗത്യത്തിൽ വിശ്വസ്തയോടെ നിൽക്കാൻ കഴിയുന്നുവെങ്കിൽ ഒരു ലക്ഷ്യത്തിൽ നമ്മളെ കൊണ്ടെത്തിക്കുവാൻ നമ്മുടെ ദൈവം മതിയാകുന്നവരാണ്. നമ്മുടെ എല്ലാ ആഗ്രഹം നമുക്ക് നിത്യത പോകണം. ഇവിടെ ഇങ്ങനെ കുറച്ച് നാളുകളൊക്കെ അധ്വാനിച്ച് ധനമൊക്കെ സമ്പാദിച്ച് ഇവിടെ ഇങ്ങനെ കുറച്ച് കാലങ്ങളൊക്കെ കഴിയാമെന്നുള്ളതല്ല. അതിലുപരിയായി ഇതൊക്കെ വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ആവശ്യമാണ്. ജീവിതത്തിൽ നമുക്കിതൊക്കെ ആവശ്യമാണ്. എന്നാൽ അതിലുപരിയായി എനിക്ക് നിനക്ക് തന്നിരിക്കുന്ന ഒരു വിലയേറിയ ആത്മാവ് നമ്മുടെ ഉള്ളിൽ. ഇന്ന് രാത്രി ദൈവത്തെ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നേടിയാലും ഇത് എന്റെ കർത്താവിന്റെ കരങ്ങളിൽ തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ഓടിയതും ഈ അധ്വാനിച്ചതും ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുവാൻ കഴിയത്തില്ല. ഒരു ദിവസം ഇതെല്ലാം നമ്മൾ ഇവിടുന്ന് വിട്ടേച്ച് ഇവിടുന്ന് പോകേണ്ടവരാ, വിട പറയേണ്ടവരാ. എന്നാൽ നമുക്ക് നിത്യതയിൽ എന്തെങ്കിലും പ്രാപിക്കാൻ കഴിയണമെങ്കിൽ കോർജ ലേഖനം ഇങ്ങനെ പറയുന്നുണ്ട്. 1-ാം ലേഖനത്തിന്റെ 15-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ കുലുങ്ങാത്തവരും ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യക്തമല്ലെന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ വേലയിൽ ഒന്ന് വർദ്ധിച്ചു വരണം. അപ്പൊ നമുക്കൊരു പ്രതിഫലം മുന്നിൽ വെച്ചിട്ടുണ്ട്. ദൈവം നമ്മളെ ചില ദൗത്യങ്ങളും ശുശ്രൂഷകളും ഒക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി അത് ഓരോരുത്തരും അവനവനോടൊന്ന് ചോദിക്കണം, കർത്താവെ എന്നെ ഏൽപ്പിച്ചത് എന്താ, എന്നിൽ പകർന്നിരിക്കുന്ന ശുശ്രൂഷ എന്താ? ഇന്ന് രാത്രി മറ്റുള്ളവൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാനല്ല, കർത്താവ് എന്നെ ഏൽപ്പിച്ചത് എനിക്കൊന്ന് വെളിപ്പെടുത്തണം, എന്നോട് വ്യക്തമായിട്ട് പറയണം. അത് എന്റെ ജീവിതത്തിൽ ഒന്ന് ചെയ്ത് അങ്ങ് ചെല്ലുമ്പോ കൈകൾ തളർന്നു പോകാതെ, തല കുനിയപ്പെടാതെ ദൈവത്തിന് മേലെ പ്രതിഫലം പ്രാപിക്കാൻ എനിക്ക് നിനക്ക് കഴിയണമെങ്കിൽ ഓടിയതും അധ്വാനിച്ചതും ഒന്നും വ്യർത്ഥമല്ലെന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ വേലയിൽ ഒന്ന് വർദ്ധിച്ചു വരാൻ എനിക്ക് നിനക്ക് കഴിയുന്നുവെങ്കിൽ തലകുനിയപ്പെടത്തില്ല, കണ്ടോ, നിശ്ചയിച്ചു പോകത്തില്ല. കോടാനുകോടി ദൂതന്മാരുടെ നടുവില്, കോടാനുകോടി വിശുദ്ധന്മാരുടെ നടുവില് ആ പ്രതിഫലത്തിനായി കർത്താവിന്റെ മുമ്പാകെ നിൽക്കുമ്പോ നമ്മുടെ പേര് വിളിച്ചുകൊണ്ട് ആ പ്രതിഫലം തരുമ്പോൾ ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയായി നിൽക്കുവാനായിട്ടല്ല, തല ഉയർപ്പെടുവാനായിട്ടല്ല, ധൈര്യത്തോടെ തല ഉയർത്തി നിന്ന് ഇവിടെ വെച്ച് ചെയ്തതിനൊക്കെ ഉള്ള പ്രതിഫലം പ്രാപിക്കാനുള്ള ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഇവിടെ വെച്ച് തന്നെ ഉണ്ടാകട്ടെ. അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ ദൈവത്തിനെ ഒരിക്കലും രക്ഷിച്ചു പോകത്തില്ല. നിത്യതയിൽ ഒരു വലിയ പ്രതിഫലത്തോടെ തല ഉയർത്തി നിൽക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഒരുക്കുന്ന കർത്താവാണ്. അതുകൊണ്ട് കോരിന്ത്യർ ലേഖനം തന്നെ 2-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിലേക്ക് കൊണ്ടു വരുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. കോരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 9-10 വാക്യം ഒന്ന് വായിക്കുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അപ്പൊ നമ്മൾ ഓർക്കണം, ദൈവം നമ്മളെ കുറിച്ചൊരു പദ്ധതി ഏൽപ്പിച്ചിരിക്കുമ്പോ ഈ ലോകത്തിൽ ഈ ശരീരം വിട്ടാലും ശരീരത്തിൽ വസിച്ചാലും എന്റെ പ്രത്യാശ ഇതായിരിക്കണം, എന്റെ ദൈവത്തെ എനിക്കൊന്ന് പ്രസാദിപ്പിക്കുവാൻ കഴിയണം. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നുവെങ്കിൽ ദൈവത്തിന് വേണ്ടി നമുക്കൊരു പ്രതിഫലം നിശ്ചയമായിട്ടും പ്രാപിക്കാൻ കഴിയും. അതുകൊണ്ട് അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നത്, അവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടതാണ്.
അപ്പൊ നമ്മള് ഇവിടെ വെച്ച് ദൈവം നമ്മളിൽ പകർന്ന ശുശ്രൂഷകൾ ശക്തിയോടെ ചെയ്തെടുക്കാൻ, വിശ്വസ്തയോടെ ചെയ്തെടുക്കാൻ കഴിയുന്നുവെങ്കിൽ മാത്രമേ എന്നെ നിന്റെ ജീവിതത്തിൽ പ്രതിഫലം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ഇവിടെ ചെയ്തതിന് ഒത്തവണ്ണമാണ്, മറ്റാരെങ്കിലും ചെയ്തതിനല്ല. എന്റെ കുടുംബത്തിലുള്ളവർ ആരെങ്കിലും ചെയ്താൽ എനിക്കൊന്നും പ്രാപിക്കാൻ കഴിയത്തില്ല. ഞാൻ തന്നെ ചെയ്യണം എന്റെ കർത്താവിന് വേണ്ടി. അത് ചെയ്യാൻ എനിക്ക് നിനക്ക് കഴിയുന്നുവെങ്കിൽ തല കുനിച്ച് നിൽക്കേണ്ട കാര്യം വരത്തില്ല കേട്ടോ. പ്രതിഫലം തന്ന് നമ്മളെ സഹായിപ്പാൻ നമ്മുടെ ദൈവം മതിയാകുന്ന കർത്താവ്. നമ്മൾ ഓർക്കണമേ, കർത്താവിന്റെ വചനം പറയുന്നുണ്ട്, ഇങ്ങനെ പറയുന്നുണ്ട്, ക്രിസ്തുവേശു വെളിപ്പെടുമ്പോൾ, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. പൗലോസിന്റെ പറഞ്ഞിരിക്കുക. അങ്ങനെ നിശ്ചയമായിട്ടും നമ്മുടെ കർത്താവ് വെളിപ്പെടും കേട്ടോ. താമസമില്ല, വെളിപ്പെടാൻ പോകുക. ആ കർത്താവ് വെളിപ്പെടുമ്പോ ദൈവത്തെ നമ്മൾ രൂപാന്തരം പ്രാപിച്ച് കർത്താവിനെതിരെ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടുന്നവരായി തീരണം. അവിടെ ചെന്ന് കഴിയുമ്പോൾ 7 വർഷം മധ്യാകാശത്ത് പ്രതിഫലം വീതിക്കുന്ന സമയങ്ങളാ. ഇവിടെ വെച്ച് അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ആ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാപിക്കാനുള്ള ഒരുക്കമുണ്ടോ എന്ന് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചോദിക്കുക. ഈ ദാനിയേൽ പറഞ്ഞോളൂ, ചിലർ നിത്യനിന്ദയ്ക്കായും ചിലർ നിത്യലജ്ജയ്ക്കായും എഴുന്നേറ്റ് വരും. എന്നാൽ പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുമെന്ന്. ദൈവം നമ്മളെ ഈ ജർമ്മനി കൊണ്ടുവന്നത് വെറുതെ അല്ല കേട്ടോ. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നമ്മളെ ആക്കിയിരിക്കുന്നത് വെറുതെ അല്ല. ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. നമ്മളൊന്ന് വിധേയപ്പെടുത്തി കൊണ്ടാൽ മതി. അത് ദൈവം നിറവേറ്റുവാൻ നമ്മുടെ കർത്താവ് മതിയാകുന്നില്ല. കർത്താവ്, ഞാൻ ബലഹീനനാണ്, എനിക്ക് കഴിയത്തില്ല, എനിക്കൊന്നിനും പ്രാപ്തിയില്ല, എനിക്ക് 4 പേരുടെ മുമ്പാകെ നിൽക്കാൻ കഴിയത്തില്ല, ഒരു വ്യക്തിയോട് പറയാൻ അറിയത്തില്ല എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ഒന്ന് പരിമിതിപ്പെടുത്താനല്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തെ മുന്നിൽ ഒരു വാക്കേ പറയാൻ കഴിഞ്ഞുണ്ടെങ്കിൽ, ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ, യേശു രക്ഷകനാണെന്നൊന്ന് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനും പ്രതിഫലമുണ്ട്. ഇന്ന് രാത്രി ദൈവമാണ് നമ്മളൊക്കെ കഴിവ് തരുന്നത്. ഇന്ന് രാത്രി ദൈവത്തിന് വരെ അതിനുവേണ്ടി നമ്മളെ ഇത് ദൈവകാലങ്ങൾ നമുക്ക് സമർപ്പിക്കാൻ കഴിയുമോ? നമ്മുടെ പൗരത്വം ഇവിടെ അല്ല, സ്വർഗത്തിലാണ് നമ്മുടെ പൗരത്വം. അതുകൊണ്ട് കർത്താവ് നിരീക്ഷിതമായി മടങ്ങി വരുമ്പോൾ നമുക്ക് അവനോടുകൂടെ പോകുവാനുള്ള ഒരുക്കത്തോടെ നമ്മുടെ ജീവിതം ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. എബ്രായത്തിൽ ഇങ്ങനെ കർത്താവിന്റെ വചനം വായിക്കുവാൻ കൂടെ മടിയായിട്ടുണ്ടല്ലോ. ഞാൻ പ്രാരംഭവാക്യത്തിലേക്ക് വരിക. ആകിയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ നമുക്ക് ഓടാം. നമ്മളൊരു പോർക്കളത്തിലാണ് നിൽക്കുന്നത്, ഒരു ഓട്ടക്കളത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ ഓട്ടം വിജയിക്കണമെങ്കിൽ ദൈവത്തിന് മേലെ മുറുകെ പറ്റുന്നത് സകല ഭാരവും എന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിലെത്താൻ നമുക്ക് തടസ്സമായ ആത്മീക ജീവിതത്തിൽ നമ്മളെ തടസ്സപ്പെടുത്തുന്ന സകല വിഷയത്തോടും ഒന്ന് വിട പറഞ്ഞ് ഇന്ന് രാത്രി ദൈവകരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കാൻ കഴിയുമെങ്കിൽ നിശ്ചയമായിട്ടും ഈ പ്രതിഫലം പ്രാപിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയും. അതുകൊണ്ട് ആ വചനം പറയുന്നത്, തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കുമെന്ന് ദൈവത്തിന് വചനം പറയും. ഇന്ന് രാത്രി നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് പരിശോധിച്ച് ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം എല്ലാവരും ഇന്ന് രാത്രി നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിച്ചു, നമ്മളോടൊന്ന് ചോദിച്ചാണ്, കർത്താവേ, എനിക്ക് മുമ്പായി ഓടി ലക്ഷ്യത്തിൽ എത്തിയ ആ സാക്ഷിയുടെ ഒരു വലിയ സമൂഹം എന്റെ മുമ്പിലുണ്ട്. അവർ പറയുന്നതും നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം നമ്മൾ സ്ഥിരതയോടുകൂടി ഓടണം. എന്നാൽ വിട പറയേണ്ടവരോടൊക്കെ വിട പറഞ്ഞ് ലക്ഷ്യത്തിലെത്തുവാനുള്ള പ്രാഗൽഭ്യത്തോടെ ഇന്ന് രാത്രി ഓടുവാൻ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മളെ സഹായിക്കുന്നതിനായി നമുക്ക് ഏൽപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങളോട് സംസാരിച്ചല്ലോ. കർത്താവെ, അടിയോട് സംസാരിച്ചല്ലോ. ഞങ്ങൾ കേൾക്കപ്പെട്ട വചനങ്ങൾ ഞങ്ങളുടെ നിത്യതയ്ക്ക് തടസ്സമായി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി കർത്താവ് ഞങ്ങളോട് ക്ഷമിച്ച് യോഗ്യരാക്കി നിർത്തണം. ഞങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തയോടുകൂടി ചെയ്യുവാൻ എന്റെ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഒരു കഴുകൻ തന്റെ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിച്ചതുപോലെ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവം ജീവിതത്തിനെ രുചിച്ചറിയുവാൻ എന്റെ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഒരു യുക്തനായി കഴിയനെ പോലെ പുതിയ വരുവാൻ, പുതുക്കം പ്രാപിപ്പാൻ
എന്റെ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ഓടുവാനും നടക്കുവാനുള്ള ബലവും ശക്തി, ലക്ഷ്യത്തിലെത്തുവാനുള്ള ദൈവകൃപയും ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് രാത്രി ഈ വചനത്തിന് മുമ്പിലായിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എനിക്ക് അവസരം തന്ന ദൈവസഭയുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് ദൈവത്തിൽ അയക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.